പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. വയസ്സായപ്പോൾ അവനൊരു സഹായി വേണമെന്ന് തോന്നി. ബുദ്ധിമാനായ കുറുക്കനെ തന്നെ മന്ത്രിയായി നിയമിക്കാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ സിംഹം കുറുക്കന് മന്ത്രി പദവി നൽകി. കുറുക്കന് വലിയ താല്പര്യമില്ലെങ്കിലും രാജാവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി. മന്ത്രിയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് രാജാവ് കുറുക്കന് വിവരിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, രാജാവായതുകൊണ്ട് എനിക്ക് ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വയ്യ. എനിക്ക് ഓരോ ദിവസം ഓരോ മൃഗത്തിനെ കൊണ്ടുവന്ന് തരുന്നത് നിന്റെ ചുമതലയാണ്. കുറുക്കൻ രാജാവിൻ്റെ ഭക്ഷണത്തിനുള്ള മൃഗത്തെ തേടി യാത്രയായി. അവൻ വഴിക്ക് ഒരു കഴുതയെ കണ്ടുമുട്ടി. അവനെ തന്നെ ഇരയാക്കാമെന്ന് കുറുക്കന് തോന്നി. കഴുതയെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് കുറുക്കൻ സിംഹത്തിൻ്റെ അടുത്ത് ചെന്നു. സിംഹം തൻ്റെ ഗുഹയിൽ ഇരയെ കാത്തിരിക്കുമായിരുന്നു. കഴുതയെ കണ്ട ഉടനെ സിംഹം അവൻ്റെ മേലിൽ ചാടി വീണു. അവനെ കൊന്നു. കൗശലക്കാരനായിരുന്ന കുറുക്കൻ വിചാരിച്ചു, എൻ്റെ ബുദ്ധി കൊണ്ടല്ലേ ഈ കഴുതയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്? അതുകൊണ്ട് ഭക്ഷണത്തിന് നല്ല ഒരു ഭാഗം എനിക്കും കിട്ടണ്ടേ? ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സിംഹത്തോട് കുറുക്കൻ പറഞ്ഞു, രാജൻ, നിങ്ങൾ വളരെ ക്ഷീണിതനാണ്. ഭക്ഷണത്തിന് മുൻപ് ഒന്ന് കുളിക്കുന്നത് നന്നായിരിക്കും. ഇത് ശരിയാണെന്ന് തോന്നി സിംഹം കുളിക്കാൻ പോയി. ആ തക്കം നോക്കി കുറുക്കൻ കഴുതയുടെ തലച്ചോറ് ഭക്ഷിച്ചു. സിംഹരാജൻ കുളിച്ചു വന്ന് ഭക്ഷണത്തിനായി വന്നിരുന്നു. കഴുതയുടെ തലച്ചോറ് നഷ്ടപ്പെട്ടതായി അവന് മനസ്സിലായി. അവൻ കുറുക്കനെ ചോദ്യം ചെയ്തു. ചിരിച്ചുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, അയ്യോ, കഴുതയ്ക്ക് തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അവനൊരു സിംഹത്തിൻ്റെ മന്ത്രിയാകാൻ വരുമായിരുന്നോ? ബുദ്ധിയാണ് ശക്തി.